ഹലോ ഗായ്സ്. ഇൻ്റേണൽ എക്സാമൊക്കെ കഴിഞ്ഞ് സ്റ്റഡി ലീവ് കിട്ടി വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പഠിത്തം എന്തായാലും നീങ്ങണില്ല. ആപ്പപ്പാനെ രാവിലെ തൊട്ട് സോപ്പിട തുടങ്ങിയതാണ്. ഒന്ന് പോര് നമുക്ക് ആ മറൈൻ വേൾഡ് കാണാൻ പോവാന്നൊക്കെ പറഞ്ഞ് അവസാനം സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോയത് എന്തായാലും നല്ല ദിവസമാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തിരക്ക്. കയറുമ്പോൾ ഒരാൾക്ക് 120 രൂപയുടെ ടിക്കറ്റ് കൊടുത്തിട്ട് അങ്ങോട്ട് കയറി. പിന്നെ എവിടെ നോക്കിയാലും മീനുകളെ മാത്രമേ കാണാനുള്ളൂ. 4 പുറം മീൻ, തലയുടെ മേലും മീൻ. അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ മീനുകളൊക്കെ ഫുള്ള് കണ്ടു. കുറേ വെറൈറ്റി ടൈപ്പ് മീനുകളുണ്ട്, കാണാത്ത തരം മീനുകളൊക്കെ. കുറേ നേരം ഇങ്ങനെ നടന്ന് കാണാൻ മാത്രമുള്ളതൊന്നുമില്ല. ആകെ കുറച്ച് സ്ഥലമുള്ളൂ, പക്ഷെ കുറേ മീനുകളുണ്ട്. ഈ ഒരു കൂടിൻ്റെ ഉള്ളിൽ, ഈ കുഴലിൻ്റെ ഉള്ളിൽ ഒരു മീൻ കിടക്കുന്നുണ്ടോ? ഇതിപ്പോൾ മീനാണോ പാമ്പാണോ എന്ന് വരെ സംശയമുണ്ട്. ചിലപ്പോൾ ബലാരെങ്കിലുമൊക്കെ അകന്ന ബന്ധത്തിൽപ്പെട്ട വല്ല പാമ്പും വിരുന്നു വന്നതായിരിക്കാം. ഈ മേലക്കൂടെ പോണ വലിയ വലിയ മീനുകളൊക്കെ കണ്ടിട്ട് മുതലയുടെ ആരോ ആണെന്നാണ് തോന്നുന്നത്. ഓരോരു ചേലൊക്കെ ഉണ്ട്. നടക്കുന്ന വഴിക്കൂടെയൊക്കെ 4 പുറം ചില്ലും കൂട്ടിലും മീനുകളാണ്. പല പല മീനുകളുണ്ട്. ഈ കണ്ടയിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുട്ടി മീനുകളാണ്. പല പല കളറ് എല്ലാം കൂടി ഒരു കൂട്ടിലിട്ടുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നത് മീനുകളെ കാണാനൊന്നുമല്ല, ഈ മത്സ്യകന്യകളെ ഒണിച്ചിൽ കാണാനാണ്. പറഞ്ഞു കേട്ട അത്ര രസമൊന്നും എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയില്ല. ആകെ ഒരു മത്സ്യകന്യക ഉള്ളതിനും അതിനാണെങ്കിൽ ആകെ ഒരു കുഞ്ഞു കൂട്ടിലിട്ടിക്കണം. അതിനാണെങ്കിൽ നീന്താൻ പോലും സ്ഥലമില്ല. അതവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കാട്ടിക്കൂട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എഫേർട്ടിനെ നമ്മൾ ചെറുതായി കാണുമല്ല. മീനുകളൊക്കെ കാണുന്ന അവിടുന്ന് പാഞ്ഞു പോന്നിരുന്ന ആൾക്കാരൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഒരു അരമണിക്കൂർ ഈ കൂടിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ കച്ചവടക്കാർ പല പല സാധനങ്ങൾ നിരത്തി വെച്ച് 4 പുറം ഇരിക്കുന്നുണ്ട്. എന്തായാലും ഫാമിലി ആയിട്ട് വരുന്നറിയാം, കുട്ടികളെ കയ്യിലെടുക്കാമല്ലോ. ഈ കുട്ടി ഫോൺ കണ്ടിട്ട് ഞൊസ്റ്റടിച്ചിട്ട് ഞാൻ കുറച്ചേരം അമ്മ കുത്തി കളിച്ചിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടില്ലേ. വേണമെന്ന് പറഞ്ഞാൽ അമ്മ വാങ്ങിത്തരുമൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ അമ്മനെ നോക്കിയപ്പോൾ തിരുമ്മ പാഞ്ഞ് വേറെ എവിടെക്കോ എത്തിക്കണം. പിന്നെ അത് വാങ്ങാത്ത സങ്കടം തീർക്കാൻ ഞാനൊരു പാക്കറ്റ് പോപ്കോൺ വാങ്ങി. തിന്നാനൊക്കെ അവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടെങ്കിലും അവിടെ നിന്ന് ഞങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും കഴിക്കാതെ എത്തിയിട്ടായിരുന്നു. ഈ കാണുന്ന ഊഞ്ഞാലിൽ കയറാൻ വേണ്ടി ഞാൻ ആരെങ്കിലും ഒന്ന് തുണക്ക് വരാൻ കുറേ വിളിച്ചു. ഒറ്റയ്ക്ക് കയറാൻ എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമില്ല. എന്നാലും ആരെങ്കിലുമൊക്കെ ഒപ്പുണ്ടെങ്കിൽ ഒരു രസമല്ലേ. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ളതിലൊക്കെ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു പേര് പറയാൻ ആഗ്രഹിക്കാത്ത സഹോദരി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഓളെ ഞാൻ കുറേ വിളിച്ചു, പക്ഷെ ഓൾ പേടിയാന്ന് പറഞ്ഞിട്ട് വന്നില്ല. അവസാനം ഇമ്മാനെ സോപ്പിട്ട് ഞാൻ ഇമ്മാനെയും കൂട്ടിയിട്ട് റൈഡിൽ കയറി. ഇമ്മയാണെങ്കിൽ എൻ്റെ എല്ലാ പ്രാന്തിനും കൂട്ടിക്കുന്നുണ്ടെങ്കിലും ഇമ്മക്ക് ഭയങ്കര പേടിയാണ്. ഇമ്മ കയറിയപ്പോൾ അങ്ങോട്ട് കണ്ണടച്ചിരുന്നതേനു. ഒന്നും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മേലെങ്ങാനും ഞാൻ കയറിക്കാണെങ്കിൽ മേലെത്തുമ്പോൾ താഴത്തേക്ക് തുപ്പും എന്നൊക്കെ പറഞ്ഞ ആളാണ്. അധിക നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് കാര്യമില്ല, ഇന്നൊന്നും നടക്കാൻ പോകണില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. വരുന്ന വഴിക്ക് ദേക്കപ്പയിൽ കയറി ആരൊക്കെയോ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. സാധാരണ ഹോട്ടലിൽ കയറി നമ്മൾ ആദ്യം പൊറോട്ട ഓർഡർ ചെയ്യും. അവിടെ പൊറോട്ട ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ബീഫും കപ്പയും മാത്രമാണ് അങ്ങനെ എന്തൊക്കെയോ സാൻഡ്വിച്ചൊക്കെ വാങ്ങി തിന്നു. ഞങ്ങൾ 6 ആൾ 2 വണ്ടിയിൽ പോകുന്നതുകൊണ്ട് ഇമ്മക്ക് പോരാ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇമ്മ അല്ലെങ്കിൽ താത്താക്ക് തുണക്ക് പോരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന വഴിക്ക് ഓലിക്ക് തിന്നാൻ എന്തോ എണ്ണക്കടിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു.